മലപ്പുറം നിയോജക മണ്ഡലം കോൺഗ്രസ് യോഗത്തിൽ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് വിമർശനം. കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പരിഗണിക്കുന്നില്ലെന്നാണ് വിമർശനം. തിരഞ്ഞെടുപ്പിന് ശേഷം പല കാര്യങ്ങളിലും കൂടിക്കാഴ്ച നടത്തുന്നില്ലെന്നും ആക്ഷേപമുയർന്നു. ഇടനിലക്കാരില്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രവർത്തകർക്കിടയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മുസ്ലിം ലീഗ് നേതാവാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുന്നുവെന്നാണ് വിമർശനം. മന്ത്രിയായതിനു ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിലേക്ക് കോൺഗ്രസ് നേതാക്കളെ ആരും ക്ഷണിച്ചില്ലെന്ന് ഉൾപ്പെടെയാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന പരാതി. മണ്ഡലത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് പറയുക പോലും ചെയ്തില്ല. കുഞ്ഞാലിക്കുട്ടിയെ നേരിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലാത്ത സ്ഥിതിയാണ്. എല്ലായിടത്തും ഇടനിലക്കാരോട് സംസാരിക്കേണ്ടി വരും. പല ആളുകളോട് സംസാരിച്ചതിനു ശേഷം മാത്രമേ കുഞ്ഞാലിക്കുട്ടിയെ ഫോണിൽ പോലും ലഭിക്കുന്നുള്ളൂവെന്നും കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും പരാതിയുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതോടൊപ്പം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. അടുത്ത മാസം 3-നം പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. 51,11,908 പേരാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. ദേശീയ സമൂഹ സഹായ പദ്ധതി പ്രകാരം 8,46,456 പേർക്കും പെൻഷൻ ലഭിക്കും. പെൻഷൻ മുടങ്ങാതിരിക്കാൻ 9% പലിശയിൽ 3000 കോടി സമാഹരിക്കലാണ് സർക്കാർ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ സ്ത്രീകൾക്കായി പ്രത്യേക സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി. ജീവൻ ധാര എന്ന പേരിൽ മുതിർന്ന പൗരന്മാർക്കും വായ്പാ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നോക്ക വികസന കോർപ്പറേഷന്റേതാണ് പദ്ധതി.